അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വേറൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ നമ്മുടെ മിസ്റ്റർ കേരള കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരുപാട് വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ആയിട്ട്. മെയിനായിട്ട് നമ്മൾ നാദൃശാൻ്റെ പ്രോഗ്രാം ആ ഒരു അടി നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പ്രോഗ്രാം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ കുറച്ച് വീഡിയോസ് ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇത്രയും റീച്ചിലേക്ക് എത്തും അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ റിപ്ലൈ വരും, കുറേ മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വരുമൊന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ നോർമലായിട്ടൊരു വ്ളോഗറാണ്. അപ്പോൾ അങ്ങനെ സാധാരണ എടുക്കുന്ന പോലെ എടുത്ത് പോസ്റ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ പുള്ളിക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ എവിടെ എൻ്റെ പോയിന്റ് പോയി, അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും ജഡ്ജസിന് പറ്റുന്നില്ല. പുള്ളിക്കാരന് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് മൈക്കിന് ചോദിച്ചപ്പോൾ മൈക്ക് കൊടുക്കുന്നില്ല. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയാം. നിങ്ങൾ ഈ മാക്സിമം ഇങ്ങനെയുള്ള വീഡിയോസ് ഷെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാം. ഒരു വോയിസ് അവിടെ നിന്ന് നമുക്ക് ഒരു അവർക്ക് സ്വന്തം അഭിപ്രായം എന്തെങ്കിലും ചോദിക്കാനോ കാര്യങ്ങളുണ്ടെങ്കിൽ മൈക്ക് ചോദിച്ചിട്ട് കൊടുക്കാണ്ടിരിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ അത്ര എഫേർട്ട് ഇട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഒരു കോമ്പറ്റീഷന് വന്ന് ഇറങ്ങിയിട്ട് അവർക്ക് വിചാരിച്ച റിസൾട്ടിലും വിചാരിച്ച റിസൾട്ടും ഇല്ല, ഒരു റിസൾട്ടും ഇല്ല. ഒരു എന്താ പറയുക, ഒരു പ്രോത്സാഹന സമ്മാനം പോലും ഇല്ല. അത് മാത്രമല്ല, അപമാനിച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് തന്നെ പറയാം നാദർശാനെ. അപ്പോൾ ഇങ്ങനെയുള്ള എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നതെന്നും അറിയില്ല. ഇങ്ങനെ ഈ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ബിസിനസ് ആണോ എന്താണ് നടക്കുന്നത് അറിയില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, ബൈ.